അപ്പോൾ ഇതാണ് മഴവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അല്ലേ? അതെങ്ങനെയാണ്? ആ പൈപ്പ് കൂടെ വന്നിട്ട് അവിടെ ചാടും, ആ വീല് കറങ്ങും, വീലും കറങ്ങും, കറങ്ങുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തും. ഇത് എത്ര സ്പീഡ് കൂടുന്നോ അത്രത്തോളം കത്തും. ഇത് ഞാൻ ചെറിയ 12 വോൾട്ടിന്റെ LED ആണ്, ഡൈനാമാണ്. ഇപ്പോൾ അതിലെ 24 വോൾട്ടാണത്. 24 വോൾട്ടാ കൊടുത്താൽ ബൾബ് പോകൂല്ലേ? അപ്പോൾ ഏതായാലും മഴ പെയ്താലും ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ മഴ പെയ്യുമ്പോൾ നമ്മളിത് കത്തിക്കലുണ്ട്. ഉണ്ടല്ലേ? അടിപൊളി. കാരണം ഇതിന് വേറെ മുടക്കൊന്നുമില്ല, അങ്ങനെ കറങ്ങല്ലേ വേണ്ടുള്ളൂ. ഒരു വേറെ മുടക്കൊന്നുമില്ല, ഈ ഉണ്ടാക്കി മുടക്കുന്നല്ലോ. വേറെ എന്താ ഇനി അടുത്ത് കാണിച്ച്? പിന്നെ ഇനിയുള്ളത് ഒരു കർട്ടൻ കാണുന്നുണ്ട് പറഞ്ഞു. എന്താണ്? ഇലക്ട്രോണിക്കിലെ കർട്ടൻ. ഈ സ്വിച്ച് കീപ്പിട്ടിട്ടാൽ ആ കർട്ടൻ ഇങ്ങനെ താഴേക്ക് വരും, എന്നിട്ട് ഓട്ടോ സ്റ്റോപ്പ് ആവും. അടിപൊളി അടിപൊളി. നിങ്ങൾ ഷാവല്ലേ IIT കൊണ്ടുപോവാം. IIT വരെ ഇങ്ങനത്തെ മേപ്പോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ മേപ്പോട്ട് പോകും. ഇനി അതല്ല, അപ്പോൾ വെയിലൊക്കെ വരും. ഞാൻ എനിക്ക് ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. കാരണം അവിടുന്ന് വെയിൽ വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കൊത്ത് വേണ്ടി ഇങ്ങനെ ഓഫാക്കി നിൽക്കും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഓട്ടോ സ്റ്റോപ്പിൽ നിൽക്കും. ഓക്കെ ഓക്കെ. എന്താ ഇനി അടുത്ത എന്താ നോക്കാം? ഇനി ഏതൊരു പഠിച്ചാണ്? SLC വയലാണ്. SLC തോറ്റ ആളാണല്ലേ? തോറ്റവരൊക്കെ പല പ്രമുഖരായിട്ടുണ്ട്. പണ്ട് തോറ്റവരൊക്കെ ഇപ്പോൾ ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അതിലൊന്ന് തെളിവാണ് നാണയാക്ക, കാണിക്കല നാണയാക്ക. ഇപ്പം എന്തെങ്കിലും കാട്ടണത്? ഇതെന്താ സംവിധാനം? ഇത് ചെറിയ കാഴ്ചക്കുള്ളൊരു വാട്ടർ പൗഡർ. ഇതൊരു 1.5 ലിറ്റർ വെള്ളമുള്ളൂ. ഇതൊരു ഫൈബറിൻ്റെ ടാങ്കാണ്. ഇതിൽ നമ്മൾ സാധാ അക്വേറിയത്തിലുള്ള മോട്ടറാണ്. ഇതേ ഞങ്ങളുടെ മലപ്പുറം ജില്ലയുടെ എഡീസനാണ്. മലപ്പുറത്തിലെ കോടൂർ താണിക്കല നാണയാക്ക. ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ ഇതൊന്നല്ല 100ഓളം കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ അതിലപ്പുറം. എത്ര ക്ലാസ് മുതലാണ് നാണയാക്ക തുടങ്ങിയിട്ടുള്ളത്? എത്രാം ക്ലാസ് ഫസ്റ്റ് കണ്ടുപിടുത്തം? ഫസ്റ്റ് കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കും ആണല്ലേ? അന്ന് റിക്കാർഡ് പ്ലെയർ ആയിരുന്നു. അന്ന് പിന്നെ ഇപ്പോൾ കാണുന്നില്ല, റിക്കാർഡ് പ്ലെയർ ഉണ്ടല്ലോ, അത് സ്കൂൾക്ക് ശാസ്ത്രമേളക്ക് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഓരോ ചെറിയ കുട്ടിപ്രായത്തിൽ ആദ്യം അതിലും ചെറിയ പ്രായത്തിൽ എന്താ ചെയ്യുന്ന ഒരു പടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പലക ഉണ്ടല്ലോ ഇരിക്കണേ, അത് വെച്ചിട്ട് അതിന്മേൽ ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന്മേൽ കയറുന്ന അതിങ്ങനെ കറങ്ങും. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകും. അത് അന്ന് വളരെ ചെറുതാണ്, ഒരു 6-7 വയസ്സുള്ള സമയത്ത്. അപ്പോൾ 7 കൊടുത്തു, ഒരു ഫൗണ്ടൻ ഉണ്ടാവുന്നു. അയ്യോ എന്താ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. അത് വണ്ടിൻ്റെ എൻജിൻ, ഡീസൽ ടാങ്കിൽ നിന്ന് എൻജിനിക്ക് വെള്ളം തള്ളുന്ന മോട്ടറാണ്. 12 വോൾട്ടുണ്ട്. അത് കംപ്ലൈൻ്റ് ആവില്ല, കാരണം വണ്ടി 24 hours അല്ലെങ്കിൽ 48 hours ഓടിക്കൊണ്ട് കഴിഞ്ഞാലും വണ്ടി കംപ്ലൈൻറ്റ്. വെള്ളം വേസ്റ്റ് ആവില്ല ഈ അംബ്രല്ല വെച്ചാൽ വെള്ളം ഇക്കനെ കളക്ട് ചെയ്യും, റീസൈക്കിൾ. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുള്ള ഒരു വാട്ടർ പോകും, അങ്ങനെ സ്ഥിരമായിട്ട് നിലനിന്നോളും. ഓക്കെ അടിപൊളി. ബാഷ്പീകരിച്ച് കൊണ്ട് വെള്ളം പോകും, ബാഷ്പീകരിച്ച് കൊണ്ട് പോകുമല്ലോ. ഇവാപ്പറേഷൻ നടക്കും. പിന്നെ ഇതെന്തൊക്കെയാ സംവിധാനങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കി? ഇതൊരു കാളവണ്ടിയാണ്. കാളവണ്ടി. ഇതിലും ഇലക്ട്രോണിക്സ് ഐറ്റം തന്നെയാണോ? അല്ല, ഇത് ഇലക്ട്രോണിക്. സ്പെഷ്യാലിറ്റി എന്താ? ഇതൊന്നുമില്ല, നമ്മളിവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കണ്ട് ചെറുപ്പത്തിൽ. ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംവിധാനം മാത്രമല്ല, ഒപ്പം ഒരു ഇതുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് പോലെ ഓരോ സംഗതികള്, മിനിയേച്ചറുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ചിത്രം വരക്കുവോ? ചിത്രം വരക്കൂല. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളതിനൊക്കെ വരച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഈ പതിയൊക്കെ ഉണ്ടാക്കുന്നത് ഒറ്റപ്പലൊക്കെയാണ്, അപ്പോൾ കാഴ്ചക്കാർക്ക് ഇത് ഇങ്ങനെ കാണണമല്ലോ, പീസായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കിലൊക്കെ വരും. അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ ഇത് പഴയ തലമുറയിലെ ഉപകരണങ്ങൾ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് അതിൽ? അതുണ്ട്, ഏത്തക്കൊട്ടുണ്ട്, കന്ന് പൂട്ടുന്ന സംവിധാനം, കരിനകം പഴയ കാലത്ത് ഉണ്ട്. പിന്നെ ഏത്തക്കൊട്ട വെള്ളം, മണ്ണെണ്ണ മോട്ടറും കറണ്ടിന് മോട്ടറൊക്കെ വരുന്നതിന് മുമ്പുള്ള ഏത്തക്കൊട്ട വെള്ളം ഞങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാം, പക്ഷെ എൻ്റെ മക്കൾക്ക് അറിയില്ല, ഷാവലിൻ്റെ മക്കൾക്കും അറിയില്ല. പിന്നെ അങ്ങനെ കിണറ്, അതിൽ ചെറിയ കപ്പിയും കയറുണ്ട്. കിണറിൻ്റെ അതിൻ്റെ പൂർണ്ണ സംവിധാനമുണ്ട്. നിങ്ങൾ ഏത് സ്കൂളാണ് പഠിച്ചതൊക്കെ? ഞാൻ വലിയാടി LP സ്കൂളിലാണ് ആദ്യം, പിന്നെ 4ാം ക്ലാസ് വരെ. പിന്നെ ചെമ്മങ്കടവ് GMUPയിൽ 7ാം ക്ലാസ് വരെ. പിന്നെ PMS മെമ്മോറിയൽ ഹൈസ്കൂള് നായരോട്, ചെമ്മങ്കടവ് നായരോട്, അവിടെ SLC. പിന്നെ പോയിരുന്നോ? അല്ല, ഞാൻ പിന്നീടൊന്നും അങ്ങോട്ട് അല്ല, അവർക്കൊന്നും ഇത് സംഭവം തന്നെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ആദരിക്കണം. കാരണം ഇത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ,
ഒരുപാട് പിന്നെ ഹയർ എഡ്യൂക്കേഷനോ പിന്നെ വലിയ കോളേജുകൾ ക്യാമ്പസുകളിൽ പഠിച്ച് അതിൻ്റെ നോളജ് കിട്ടിയ ആളുകളല്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയ ആളുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ നിങ്ങൾ ആദരിക്കണം. അത് ആദരിക്കുവേ. നിങ്ങൾക്ക് അമ്മാതിരിയുള്ള അൽഹംദുലില്ലാ അങ്ങനെയുള്ള സ്കില്ലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറെന്താ സാധനം അവിടെ? പൈപ്പിൻ്റെ ഒരു പമ്പ് സെറ്റാണ്. അതായത് ഇത് കുറേ ദിവസമായി ഇട്ടുകൊണ്ട് ഞാൻ വാസനൊക്കെ എങ്ങനെയാണ് ഇത് കാണാനൊക്കെ ആൾക്കാർ വരലുണ്ടോ? കുട്ടികളൊക്കെ ഇവിടെ അംഗൻവാടിയിലൊക്കെ കുട്ടികളെ പിന്നെ അല്ലാതെ പിന്നെ നമ്മളെ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ കാണാം, അങ്ങനെ വരലുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല അവാർഡും കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ആ അവാർഡൊക്കെ കിട്ടണല്ലോ, നിങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ടല്ലോ. അതിലെ വെള്ളം കഴിഞ്ഞു. ഇനി എന്താ നിങ്ങളുടെ ലക്ഷ്യം? എന്താ വലിയ കണ്ടുപിടുത്തം എന്താ ഉദ്ദേശിക്കണത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയും. ഞാൻ ഈ മഴവെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം എന്ത് ഇതാ അത് വേറൊരു പിന്നെ നോ എനർജി വാട്ടർ പമ്പ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പം മഴ ഇല്ലെങ്കിലും നമുക്ക് കിട്ടും. ആ വെള്ളമൊക്കെ റിട്ടേൺ ആയി അങ്ങനത്തെ ആശയം മനസ്സിലുണ്ട്. അത് വരും. അതിന് കുറച്ച് പൈസ അത് വരുന്നത്. അതായത് മോട്ടറൊന്നും ഇല്ലാത്ത പൈപ്പും സ്റ്റാൻഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇപ്പം ഞാൻ കൂട്ടിയ കൂടുതൽ ഞാനൊരു 5-6 ലക്ഷം ആധാരമൊക്കെ ബാങ്കിലാണ്. മക്കളെ കല്യാണം കഴിഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെ ഇപ്പം ഞാൻ സ്വിച്ച് ബോർഡൊക്കെ വേറെ വിളിച്ചൊക്കെയാണ് പോകും. ബാക്കി മകനാ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ദിവസം എനിക്ക് അപ്പോൾ അത് അപ്പോൾ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞേക്ക് സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരുപാട് സംഭവം ചെയ്യാനുള്ള 2 സാധനം എൻ്റെ ഐഡിയയിലുണ്ട്. അതിൽ ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ്. മറ്റത് അതിലെ ചെറിയ സിസ്റ്റം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ മുറിച്ചുകൊണ്ട് പിന്നെ അത് വെച്ചതാണ്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, വേറൊരു ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കാർപ്പറ്റ് ഉണ്ടല്ലോ, അത് കഴുകുന്ന പണിയാണ്. കഴുകി ഇത്തിരിട്ട് ഇതാക്കി വെള്ളം. അപ്പോൾ അതിന് സംവിധാനം ഉണ്ടാക്കി തരുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഉണ്ടാക്കി തരാൻ അതിന് പറ്റുന്ന സംവിധാനം ഞാൻ ആലോചിച്ചെടുത്തിട്ട് തന്നെ ചെയ്യുക. ഞാൻ അവരോട് പറഞ്ഞു ഫുള്ള് എമൗണ്ട് നിങ്ങൾ തരണം, എന്നാൽ ഞാൻ ഇവിടെ അതിൻ്റെ മോഡൽ ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ആ കണ്ടീഷനിൽ. ഞാൻ ഇൻഡസ്ട്രി വർക്ക് എടുത്തിട്ടുണ്ട്, ടയർ പഞ്ചർ വെക്കുന്ന വർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് അതാണ്. അതായത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒഴിവുള്ള ദിവസം സ്കൂൾ പോയിട്ട് അവധിക്കും പോയിട്ടാണ് പഠിക്കേണ്ടത്. അന്ന് 10 കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യനായിട്ട് അല്ല വയറിങ്ങിന് പോയ ആളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് പഠിക്കാറുണ്ട്. അല്ല അന്ന് പെട്ടെന്ന് പഠിക്കും ചെയ്യട്ടോ. കാരണം ഒരു 6 ലൈറ്റ് 2 പ്ലഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബെല്ലും കൂടി അങ്ങനെ ഇപ്പൊ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ടാവില്ല. ഇവിടെ വേറെന്തോ ഒരു പറഞ്ഞല്ലോ നിങ്ങള് ഒറ്റ ഒരു കൈ മാത്രമുള്ള ആളുകൾക്ക് അതെ. ഇതിപ്പോ നമ്മളെ ഒരു ടാപ്പിൽ കൊടുക്കുകയാണെന്ന് ഇതിപ്പോ ടാപ്പിൽ നമ്മള് സാധാരണ ബാത്റൂമിൽ കൊടുക്കുന്നു. അപ്പൊ ആ വെള്ളം കൂടെ വരും. അപ്പൊ പിന്നെ നമ്മൾ ഇത് ഒരു കൈയിന് നമുക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ നമ്മൾ കൈ ഇല്ലാന്ന് വിട്ടു അങ്ങനെയുള്ള ആളുകൾ അപ്പൊ ഈ വെള്ളം എന്തെങ്കിലും അങ്ങനെ പാസ് ചെയ്യും. അപ്പൊ നമ്മൾ യൂറോപ്പിലായിരിക്കുന്നത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമ്മൾ സാധാ ഒറീസല്ല അരിക്കുന്നത് കാത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതെന്താ സ്റ്റെപ്പാണ് അത്. നമുക്ക് പിന്നെ കാലിന്റെ ഉള്ളംകാലം ഒരുപാട് സമയം നമ്മൾ ഏകദേശം കാര്യം പണിയെടുക്കണം. ഇപ്പൊ ഇന്റർമാരെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വന്നാല് ഇങ്ങനെയൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ നമ്മൾ വർക്ക് കഴിയോളം ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെക്കാം. മാറ്റി വെക്കല്ലേ? വെച്ചിട്ട് നമ്മൾ ഈ വയറിങ്ങിനൊക്കെ പൈപ്പ് ഇടുമ്പോഴേ അതിൻ്റെ അടിയിൽ ഒരു കവറിംഗ് ബ്ലോക്ക് കൊടുക്കും. അങ്ങനെയുള്ള കട്ട കൊടുക്കും. കവറിങ് പൊന്തിക്കാം. അല്ലെങ്കിൽ അടിയിൽ കമ്പി കാണും. വാർപ്പേരും വെക്കുക. വാർക്കുമ്പോൾ കമ്പി അതിൻ്റെ അടിയിലേക്ക് കവറിങ് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിനിങ്ങനെ ഈ കട്ട വെക്കുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. മറ്റൊരു സാധാരണ എന്താ ചോദിച്ചാൽ എന്തായാലും നാണയക്കാൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്ക് വന്നത്. കാരണം കാളവണ്ടി, ഏത്തക്കൊട്ട, പിന്നെ ഉന്തുവണ്ടി, ഇതൊക്കെ ആ കലപ്പ എന്താ കരിനാക്കും ഇതൊക്കെ ആ ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. കാരണം അതൊക്കെ അതിൻ്റെ ആ പെർഫെക്ഷനോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാ. അല്ല മൊബൈൽ നമ്പർ എത്ര? 815,40,47,166 8156847166.